ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. സ്വർണ്ണ കവർച്ചയിൽ പ്രശാന്തിന്റെ ഭരണസമിതിയുടെ പങ്ക് കൂടി വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റ്. ഹൈക്കോടതിയെ അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ കടത്തിയതിൽ പ്രശാന്തിന്റെ ഇടപെടൽ ദുരൂഹമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. MS വീണയാണ് ചേരുന്നത്. വീണ, ഈ പ്രശാന്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ. കാരണം 2025 ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് മുൻപ് നടന്ന ചില സ്വർണ്ണക്കടത്തലുകളെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിക്കുവാനോ ആണ് എന്ന നിഗമനത്തിലാണല്ലോ SIT ഉള്ളത്. ഈ പശ്ചാത്തലത്തിൽ എപ്പോഴാകും പ്രശാന്തിന് മേൽ കുരുക്ക് മുറുകുക? എപ്പോൾ SIT അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കുമോ? ഗൗതം, അധികം വൈകാതെ തന്നെ SIT സംഘം നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 ഈ അറ്റകുറ്റപ്പണികൾക്കുമൊക്കെ പൂച്ചലിനുമായി സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയത്. 2019 നമുക്കറിയാം നടന്ന സംഭവം. ദ്വാരപാലക ശില്പങ്ങൾ അതുപോലെ തന്നെ കട്ടിളപ്പാളികളും ഇതുപോലെ തന്നെ സ്വർണം പൂശുവാൻ സമാനമായ രീതിയിൽ തന്നെ പുറത്തുപോയി. അത് കവർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം, ഒരു നടപടി ഇപ്പോഴും ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ സമാനമായ സംഭവം തന്നെയാണ് 2025 ആവർത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ ഭരണസമിതി, അതായത് PS പ്രശാന്ത് അംഗമായ ഭരണസമിതി അംഗങ്ങൾക്കും, അതായത് PS പ്രശാന്തിനും ഒപ്പം തന്നെ 9 അംഗങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്. ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളൊരു തെളിവ് അല്ലെങ്കിൽ അത്തരത്തിൽ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് SIT സംഘം കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. വൈകാതെ തന്നെ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിവരശേഖരണവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 25 ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റെന്തെങ്കിലും ഗൂഢാലോചനകൾ, സാമ്പത്തിക ഇടപാടുകൾ, അത് മറച്ചു വയ്ക്കുന്നതിന് മറ്റെന്തെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട PS പ്രശാന്തിന് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ അധികം വൈകാതെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ആ കാലയളവിൽ തന്നെ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുവാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിൽ പോലും അന്നത്തെ സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരുന്നത്. ആ രാഷ്ട്രീയ ആയിട്ടുള്ള നീക്കം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പിൻബലത്തിലായിരുന്നു PS പ്രശാന്ത് ഇത്രയും നാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നത് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും PS പ്രശാന്തിന് കുരുക്കുമുറുവും ആ PS പ്രശാന്തിനെയും 9 അംഗ ഭരണസമിതിയെയും ചോദ്യം ചെയ്യുമ്പോൾ ഇവരിൽ നിന്ന് ഉന്നതരിലേക്ക് എത്തുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ആ ഉന്നതർ ആരൊക്കെയെന്നാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ ഈ ഭരണസമിതി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെങ്കിൽ അതിന് ഒത്താശ ചെയ്തത് ആരാണ്, ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നവർ ആരാണ്, ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച സാമ്പത്തിക സഹായങ്ങൾ, മറ്റ് തിരിമറികൾ, ഈ ദേവസ്വം ബോർഡ് രേഖകളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തിരുത്തലുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം വിശദമായി തന്നെ അന്വേഷിക്കാനാണ് SIT സംഘത്തിന്റെ നീക്കം. എന്തായാലും PS പ്രശാന്തിന്റെ കുരുക്ക് മുറുകുമ്പോൾ ഇടത് കേന്ദ്രങ്ങളിലും ചങ്കിടിപ്പ് കൂറുകയാണ്. കാരണം PS പ്രശാന്തിനെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പ്രസിഡന്റായി നിയമിക്കുന്നതിലും കാലാവധി നീട്ടി നൽകുന്നതിലുമൊക്കെ ഏറെ പ്രാധാന്യം നൽകുകയും ഏറെ പിന്തുണച്ചതുമൊക്കെ സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനൊക്കെയാണ്. അപ്പോൾ അവരിലേക്കും വീണ്ടും അന്വേഷണം എത്തുമെന്ന് ഉറപ്പായ സാഹചര്യമാണ്. PS പ്രശാന്ത് പിടിയിലാകുമ്പോൾ മറ്റുന്നതർക്കും കുരുക്ക് വീഴുമെന്ന് ഉറപ്പാണ്. ഗൗതം, ഓക്കെ, വ്യക്തമാണ് വീണ. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിൽ ഉണ്ടാകും എന്നാണ് MS വീണ റിപ്പോർട്ട് ചെയ്യുന്നത്.